തമ്മിൽ കണ്ട് ഞെട്ടിയോ? സാധാരണ നമ്മള് SSC GD പറ്റി സംസാരിക്കുമ്പോഴും വേറെ ഏത് പരീക്ഷനെ പറ്റി സംസാരിക്കുമ്പോഴും കട്ട് ഓഫ് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ് അല്ലെ. നമ്മൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് കട്ട് ഓഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല, അത് നമ്മളെ നെഗറ്റീവായി ബാധിക്കും എന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ലൈവിലൊക്കെ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ സാധാരണയായിട്ട് വഴക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഞാൻ തന്നെ കട്ട് ഓഫിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണയായിട്ട് കട്ട് ഓഫ് നമുക്ക് കേരളത്തിൽ കുറവ് കട്ട് ഓഫ് വരാനുള്ള കാരണം കേരളത്തിൽ കോമ്പറ്റീഷൻ കുറവാണ്, അതുപോലെ വേക്കൻസികൾ അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്താണ് സാധാരണയായി സംഭവിക്കുന്നതെന്നും ഇത്തവണ കേരളത്തിൽ എത്രയുണ്ട് വേക്കൻസി എന്നും അത് നമുക്ക് നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ ഓരോ പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഈ കോഴ്സുകൾ ഉണ്ടല്ലോ, ITBP, CSI, CASF എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള എല്ലാ പോസ്റ്റുകൾക്കും ഉള്ള എത്രത്തോളം വേക്കൻസികളാണ് കേരളത്തിലുള്ളത്, അത് നിങ്ങളെ കാറ്റഗറി, ഇപ്പൊ OBC ആണെങ്കിൽ OBCക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി ഞാൻ പറയുന്നതായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിന് മുമ്പായി ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് സാധാരണയായി കേരളത്തില് 1000-നടുത്താണ് വേക്കൻസികൾ ടോട്ടലി വരാറുള്ളത്. 1200, 1300 ഒക്കെ പോയ വർഷങ്ങളുണ്ട്. അതായത് നമുക്ക് 50,000 വേക്കൻസി ടോട്ടൽ വരുന്ന സമയത്ത് അതിലൊരു 1000 വേക്കൻസിയാണ് കേരളത്തിലേക്ക് കിട്ടാറുള്ളത്. ഓക്കെ, അതായത് തുടക്കത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സാധാരണ ഇതിന്റെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 25,000 വേക്കൻസി വരുന്ന സമയത്ത് നമുക്ക് സാധാരണയായിട്ട് ഒരു 600 എന്നുള്ള റേഞ്ചിലൊക്കെയാണ് വേക്കൻസികൾ ആദ്യം വരാറുള്ളത് കേട്ടോ. തുടക്കത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസികൾ ഒരു 600 എന്നുള്ള റേഞ്ചിലും, ഇനി ഫുൾ വേക്കൻസികൾ ഫുൾ അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ ഒരു 1000 എന്നുള്ള റേഞ്ചിലേക്കും പോകാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 60 കട്ട് ഓഫ് ആൺകുട്ടികൾക്ക് വരാറുള്ളത്, 100 എന്നുള്ള കട്ട് ഓഫിനടുത്ത് പെൺകുട്ടികൾക്കും വരാറുള്ളത്. ഞാൻ ഓവറോൾ ആണ് പറയുന്നത് കേട്ടോ, ഒരു ജനറൽ കാറ്റഗറി എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ അവിടെ പെൺകുട്ടികളെ കട്ട് ഓഫിൽ നിങ്ങൾ കാര്യമായ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം അവിടെ എപ്പോഴും വേക്കൻസി കുറവാണ്, എപ്പോഴും കോമ്പറ്റീഷൻ കൂടുതലാണ്. അതുകൊണ്ട് അത് 100 തന്നെ കീപ്പപ്പ് ചെയ്ത് പോകുന്നുള്ളത് മറക്കരുത്. ആൺകുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോൾ 60 മാർക്ക് മതി, 160-ൽ 60 മാർക്ക് മതി എന്ന് പറഞ്ഞാണ് പഠിച്ചു തുടങ്ങാറുള്ളത് അല്ലെ. പക്ഷേ ഇത്തവണ അതിൽ കാര്യമായ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. ഈ ഒരു മാറ്റം പോസിറ്റീവായി കണ്ടുകൂടാ. അഥവാ വേക്കൻസികൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നിങ്ങളോട് എല്ലാ വർഷവും പറയാറുള്ള, എല്ലാ തവണയും പറയാറുള്ള, എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾ അങ്ങനെ ഒരു ഐഡിയ ഇല്ല, ജോയിൻ ചെയ്യാതെ തന്നെ പഠിക്കാനാണ്, എനിക്ക് അത്യാവശ്യം സ്കോറൊക്കെ കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ധൈര്യമായി പഠിച്ചോളൂ. അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ജോയിൻ ചെയ്യുക. അതിന് ലേറ്റ് ആകരുത്. ഇനി ആലോചിച്ച് നിന്ന് ലേറ്റ് ആയി ഒരുപാട് ടോപ്പിക് മൂവ് ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കേരളത്തിലെ BSFന്റെ വേക്കൻസി ഒന്ന് നോക്കാം. ഓക്കെ, അത് മെയിൽ വേക്കൻസി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BSFന് മെയിൽ വേക്കൻസികൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. EWSന് ഒരു വേക്കൻസി ഉള്ളത്, ST വേക്കൻസികൾ ഇല്ല. SC ഒരു വേക്കൻസി ഉള്ളത്, OBC ഒരു വേക്കൻസി ഉള്ളത്, UR ഒരു വേക്കൻസി ഉള്ളത്. ടോട്ടൽ BSFന് 7 വേക്കൻസി മാത്രമാണ് കേരളത്തില് ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ളത്. ഇനി പെൺകുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു UR വേക്കൻസി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BSFന് ഇന്ത്യയിൽ മൊത്തത്തിൽ വേക്കൻസികൾ കുറവാണ്, വേക്കൻസികൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ BSF വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് BSF വേക്കൻസി കുറവായി കിടക്കുന്നത്. നമുക്കത് കൂടും തന്നെ പ്രതീക്ഷ വെക്കാം. ഓക്കെ, അപ്പൊ BSF ആഗ്രഹിക്കുന്ന ആളുകൾ സങ്കടപ്പെടാൻ വേണ്ടി പാടില്ല. ഇതാണ് അവരുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത പോസ്റ്റിലേക്ക് പോകാം. നിങ്ങൾ ഒരുപാട് പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. BSF കഴിഞ്ഞ അടുത്തത് CASF. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്കും താല്പര്യം CASFലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്നാണ്. നമുക്ക് CASF വേക്കൻസി ഒന്ന് നോക്കാം. അതിൽ മെയിൽ വേക്കൻസി കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. മെയിൽ വേക്കൻസി നോക്കണം. മെയിൽ വേക്കൻസി EWS 18 ആണ്, 2 ST വേക്കൻസികളാണുള്ളത്. SC വേക്കൻസികൾ 18 എണ്ണം ഉണ്ട്, OBC വേക്കൻസി 49 എണ്ണം ഉണ്ട്, UR വേക്കൻസി 94 എണ്ണം ഉണ്ട്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി നമുക്ക് CASFൽ ഉണ്ട്. നിങ്ങൾ ഓൾ ഇന്ത്യ ലെവൽ നോക്കിയാലും അത്യാവശ്യം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ 181 ഓവറോൾ കേരളത്തിന് വേണ്ടിയുള്ള CASF വേക്കൻസി. കൂടുതലൊന്നും പ്രതീക്ഷിക്കുക, പ്രവർത്തിക്കുക. ഓക്കെ, ഇനി പെൺകുട്ടികളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ST വേക്കൻസികൾ ഇല്ല. EWS വേക്കൻസി 2 എണ്ണമാണ്, SC വേക്കൻസി 2 എണ്ണമാണ്, OBC 5 എണ്ണമാണ്, UR 11 ആണ്. ടോട്ടൽ 20 വേക്കൻസിയാണ് നമുക്ക് അവിടെ
ആർക്കുള്ളത് CAS പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ശരി, അപ്പൊ ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പെൺകുട്ടിക്ക് അത്യാവശ്യം ഓപ്ഷൻസ് എവിടെ ഉണ്ട്? UR പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്തോളൂ. അത്യാവശ്യം കൗണ്ട് 11 എന്ന് പറയുന്നത് വലിയൊരു കൗണ്ടാണ്. അതുപോലെ UR ആൺകുട്ടികൾക്കും അത്യാവശ്യം വലിയ 94 എന്ന് പറയുന്ന വലിയൊരു കൗണ്ട് അവിടെ ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഇനി CRPF വരുന്ന സമയത്ത് അവിടെ അത്യാവശ്യം വേക്കൻസികൾ വീണ്ടും UR ഉണ്ട് കേട്ടോ. ആൺകുട്ടികൾ ജനറൽ ആൺകുട്ടികൾക്ക് വേണ്ടി 43 വേക്കൻസികളാണുള്ളത്. OBC ആൺകുട്ടികൾക്ക് 22 വേക്കൻസികളാണുള്ളത്. EWS 8 വേക്കൻസി ഉണ്ട്, SC 8 വേക്കൻസി ഉണ്ട്. ടോട്ടല് നമുക്കൊരു 81 വേക്കൻസീസ് ആണ് ഓവറോൾ CRPF വേണ്ടി കേരളത്തിലുള്ള ആൺകുട്ടികൾക്ക് നിലവിലുള്ളത്. പെൺകുട്ടികൾക്ക് 2 വേക്കൻസി ഉള്ളത്. നമ്മൾ കൂടുന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ടോട്ടൽ പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുക. ഇതൊക്കെ ഓരോ പോസ്റ്റ് വൈസ് അല്ലേ. അടുത്തതായിട്ട് നമുക്ക് അടുത്തത് ഏതാണുള്ളത്? അടുത്ത പോസ്റ്റ് ഏതാ? SSB ആൺകുട്ടികൾക്ക് ഉണ്ട്, എന്നാൽ പെൺകുട്ടികൾക്ക് കേരളത്തിൽ നിന്നും SSB വേക്കൻസികളില്ല. ആൺകുട്ടികൾക്ക് ടോട്ടൽ എത്രയുണ്ട്? 24 വേക്കൻസികളാണ് SSBയിലേക്കുള്ളത്. 13 UR, 7 OBC. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു PDF ഞാൻ നമ്മുടെ ഗ്രൂപ്പ്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് തരും. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെയാണ് നമ്മളുടെ സാഹചര്യം എന്നുള്ളത്. ITBP ആണ് അടുത്തത്. ITBP ഒരുപാട് ആളുകൾ സാധാരണ പ്രിഫർ ചെയ്യാറുള്ളതാണ്, എന്നാൽ ITBP അത്യാവശ്യം വേക്കൻസികൾ കുറവാണ്. 8 വേക്കൻസിയാണ് UR, OBC 4, SC 2, EWS 1. ടോട്ടൽ 15 വേക്കൻസി മാത്രമാണ് ITBP നമുക്ക് തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കൂടുന്നു. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം BSFന്റെ കാര്യം പറഞ്ഞിരുന്നു. BSFൽ ഒരുപാട് വേക്കൻസികൾ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ITBPയിലേക്ക് വരുമ്പോൾ ഒരുപാടൊന്നും കൂടുന്ന എക്സ്പെക്ട് ചെയ്യരുത്, എന്നാൽ ചില കാര്യമായ മാറ്റം അവിടെ ഉണ്ടാവും. ഇനി പെൺകുട്ടികൾക്ക് വേണ്ടി 3 വേക്കൻസികളാണ് അവിടെ ഉള്ളത്. അപ്പൊ ITBPന്റെ അവസ്ഥ ഏതാണ്? ഓക്കെ, ഓൾ റൈറ്റ്. ഇനി നമുക്ക് ആസാം റൈഫിൾസ്, അവസാനമായിട്ട് ആസാം റൈഫിൾസ്. വേറെ പോസ്റ്റുകൾക്കൊന്നും എന്തില്ല, വേക്കൻസികൾ നമുക്ക് കേരളത്തിൽ നിലവിലില്ല. ആസാം റൈഫിൾസും കൂടാണുള്ളത്. അതിൽ ആസാം റൈഫിൾസ് 12 UR ജനറൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, OBC കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6, അതുപോലെ SC കാർക്ക് വേണ്ടിയിട്ട് 2, EWS കാർക്ക് വേണ്ടിയിട്ട് 2. ടോട്ടല് 22 വേക്കൻസിയാണ് AR ആസാം റൈഫിൾസിൽ മൊത്തത്തിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ളത്. പെൺകുട്ടികൾക്ക് വേണ്ടി 2 വേക്കൻസികളാണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അയ്യോ പെൺകുട്ടികൾക്ക് എന്താ 2 വേക്കൻസി? ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ തന്നെ നോക്കിയാൽ മതി. ഈ വീഡിയോ ഒരു 10,000 ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതില് 9,600 ആൾക്കാർ എന്തായിരിക്കും? ആൺകുട്ടികളായിരിക്കും. 400 പെൺകുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്, വേക്കൻസി കുറവാണ്. പക്ഷെ കട്ട് ഓഫ് എപ്പോഴും എന്ത് ചെയ്യും? ഒരു 100 എന്നുള്ള റേഞ്ചിൽ തന്നെ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതാണ് ഓർക്കേണ്ടത്. പഠിക്കുമ്പോൾ ഒരു 100+ വാങ്ങാനുള്ള രീതി പഠിക്കണം. ഇനി നമുക്ക് ടോട്ടലിലേക്ക് പോവാം. ടോട്ടലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സാധാരണയായിട്ട് 25,000 വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 600 വേക്കൻസികളൊക്കെ വരാറുണ്ട്. ഓക്കെ, ഓവറോൾ കേരളത്തിൽ മൊത്തത്തില്. ഇനി അത് 50,000-ലേക്ക് എത്തുമ്പോഴാണ് 600 എന്നുള്ളത് എന്താവുന്നത്? കുറച്ചും കൂടെ കൂടി 1000-ന്റെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണത്തെ സാഹചര്യം നമുക്കൊന്ന് നോക്കണം. ഇത്തവണ ടോട്ടൽ വേക്കൻസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അൺറിസർവ്ഡ് കാറ്റഗറി ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് 174 വേക്കൻസിയാണ്, ആൺകുട്ടികൾക്കാണ് കേട്ടോ. അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് വേണ്ടി 89 ആണ്, SC കാൻഡിഡേറ്റ്സിന് 33 ആണ്, ST കാൻഡിഡേറ്റ്സിന് 22 ആണ്, EWS കാൻഡിഡേറ്റ്സിന് 32 ആണ്. ടോട്ടൽ 330 ആണ്. ഞാൻ നേരത്തെ 600 വേക്കൻസികൾ സാധാരണ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഇത്തവണ എത്രയാ? 330. കൂടും, തീർച്ചയായും കൂടും. പക്ഷെ സാധാരണയായി നമ്മൾ വിചാരിക്കുന്ന എക്സ്റ്റെന്റിലേക്ക് കൂടും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം ഇത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോ അങ്ങനെ കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ കട്ട് ഓഫ് എന്ത് ചെയ്യും? സ്കൈ റോക്കറ്റ് ചെയ്യും. കട്ട് ഓഫ് സ്കൈ റോക്കറ്റ് ചെയ്യും. തമിഴിലൊക്കെ കണ്ടതുപോലെ തന്നെ കട്ട് ഓഫിൽ കാര്യമായ മാറ്റങ്ങൾ, 60 എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന കട്ട് ഓഫിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. പേടി നല്ലതാണ്. ഞാൻ മനസ്സിലാക്കിയത് ആൺകുട്ടികളുടെ പൊതുവിലുള്ള പ്രശ്നം 60 മതി, അതുകൊണ്ട് അങ്ങനെ പഠിച്ചു പോയാൽ മതി എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ നമുക്ക് 100 വേണം തോന്നിയാൽ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഉള്ളിൽ നിന്ന് നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്. ആ കഴിവ് മനസ്സിലാവണമെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരണം. അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. 100 കട്ട് ഓഫ്, 100 മാർക്ക് കട്ട് ഓഫ് വരും എന്നുള്ളൊരു ധാരണ മുന്നിൽ വെച്ച് പഠിച്ചോളാം. ആ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാ. അഥവാ വേക്കൻസി കൂടുകയാണെങ്കിൽ നല്ല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് ഫിസിക്കലിനും മെഡിക്കലിനും പോകാൻ പറ്റും. അത് പറ്റണമെങ്കിൽ 100 എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. മറ്റു മാർഗങ്ങളൊന്നും നമ്മളെ മുന്നിലില്ല. പെൺകുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ
പെൺകുട്ടികൾക്ക് 28 വേക്കൻസി, സാധാരണ 40 വരുന്ന സ്ഥലത്താണ് 28 വന്നത്. കാര്യമായ മാറ്റമൊന്നുമല്ല. നിങ്ങൾക്ക് കട്ട് ഓഫ് ഒക്കെ സിമിലർ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് അത്യാവശ്യം ഉണ്ട്, 100 തന്നെയാണ് നിങ്ങൾക്ക് സാധാരണയായി വരാറുള്ളത്. അപ്പോ അത്യാവശ്യം നന്നായി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പണിയെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചോളുക. അതുകൊണ്ട് വെറുതെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ആശ്വസിക്കരുത്. വർക്ക് ചെയ്യണം, എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന യോധ ക്ലാസ്സുകൾ അതും മിസ് ചെയ്യാണ്ടിരിക്കുക. നാളെ മുതൽ വൈകിട്ടുള്ള സമയങ്ങളിൽ എന്തിനു വേണ്ടി ചെലവാക്കുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും സമയം മാറ്റി വെക്കുക. അപ്പൊ അത്രയാണ് ഓവറോൾ എനിക്ക് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, മോക്കിൽ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കോൺടാക്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും അവസരമുണ്ട്. അപ്പൊ മറക്കാതെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ചെറിയൊരു ഫീസിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വരണം, നേരിട്ട് ഓഫ്ലൈൻ സെന്ററുകളിൽ നേരിട്ട് വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നമ്പറുകളിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഞാൻ ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ കോഴ്സിന്റെ ഫീസാണ് കേട്ടോ. ഇത് ഓൺലൈൻ കോഴ്സിന്റെ ഫീസാണ്. ഓഫ്ലൈൻ കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ കോഴ്സുകളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് എനിക്ക് മെയിനായി പറയാനുള്ളത്, വേക്കൻസികളിൽ കാര്യമായ കുറവ് ഇത്തവണ നമ്മൾക്ക് കേരളത്തിൽ മാത്രം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പഠിച്ചോണം. ഓക്കെ, കൂടിക്കോട്ടെ, കൂടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. എന്ന് വെച്ച് കൂടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കാൻ വേണ്ടി പാടില്ല. കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക. നന്നായി പഠിക്കുക. ഇത്തവണ നമുക്ക് സെഞ്ചുറി അടിക്കണം. ഹാപ്പി ലേണിംഗ്.